അപ്പം ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് കറിക്ക് എന്തൊക്കെയാണെന്നറിയോ? ഉച്ചയ്ക്ക് ചോറിനാനായിട്ട് നല്ല ചൂടുണ്ട് കൈ. സാമ്പാറും വഴുതിനങ്ങ വറുത്തതും പിന്നെ ക്യാബേജ് ഉപ്പേരിയും കൂടെ വയ്ക്കണം. കാരണം അമ്മ ഒന്നാമത് അവിടെ കുറേ ദിവസമായിട്ട് ഇപ്പോൾ 10 ദിവസത്തിന് മേലെ ആയില്ലേ, കഞ്ഞിയും പയറും മാത്രമാണ് കഴിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ആയുർവേദം ആയതുകൊണ്ട് കൊണ്ട് വറുത്തത് പൊരിച്ചാണെന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എണ്ണകളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാലും ഇടയ്ക്കൊക്കെ കൊണ്ട് കൊടുക്കണതുകൊണ്ട് കുഴപ്പമില്ല. ഒരു മനുഷ്യനല്ലേ, നമ്മളിങ്ങനെ എപ്പോഴും ഈ ഇത് മാത്രം കഴിച്ചതെന്ന് വെച്ചാൽ നമ്മൾക്കാണെങ്കിലും ഭയങ്കര ഇത് തോന്നില്ലേ. അപ്പോൾ ഇതാണ് സാമ്പാർ. കൈ കൊള്ളുന്നു. സാധാരണ എനിക്ക് സമയം കിട്ടാറില്ല, ഞാൻ അവിടെ നിന്ന് വരുമ്പോഴേക്കും ലേറ്റ് ആവും. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ വന്നു. എന്നിട്ട് സാമ്പാറും വഴുതിനങ്ങ വറുത്തതും ഇനി ക്യാബേജ് ഉപ്പേരിയും കൂടെ ഉണ്ടാക്കണം. അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല. അതും കൂടെ ചെയ്തിട്ട് അമ്മയ്ക്ക് കൊടുത്തു വിടണം. അപ്പോൾ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല മണമുണ്ട്. ഈ വേനൽ സമയത്തും താഴത്തുള്ള തോട്ടിൽ കണ്ട എത്രയാ വെള്ളം കണ്ട, വറ്റാതെ നിൽക്കുന്നുണ്ട്. നിറയെ മീനുണ്ട്. കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ നല്ല തിരക്കാണ് മീൻ പിടിക്കാനായിട്ട്. ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ വരുള്ളൂ. കാരണം ഇപ്പം നല്ല വെയിലല്ലേ. ഇവിടെ നിന്നാൽ മീൻ കാണാൻ പറ്റും. പക്ഷേ ശ്രദ്ധിച്ച് നോക്കി കാണും. മേലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ എനിക്ക് കാണുന്നുണ്ട് നേരിട്ട് നോക്കുമ്പോൾ. പക്ഷെ ഇവിടെ നിന്ന് കണ്ട അതായിരുന്നുണ്ട, ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. മീൻ പോകണുണ്ട. അങ്ങനെ മീൻ കാണാൻ പറ്റും. ഇവിടെ നോക്കിയാലേ മീൻ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ വെച്ചാൽ ആളുകൾ എല്ലാ ദിവസവും അവിടെ ആളുകൾ മീൻ പിടിക്കാനുണ്ട്. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, ഇന്ന് വെയിലായതിനോടാണ് തോന്നുന്നു ഈ സമയത്ത് ആരെയും കാണാത്തത്. കുറച്ച് കഴിയുമ്പോൾ വരും. ഇതിനെയാണ് പറയുന്നത് 8ൻ്റെ പണി കിട്ടുക എന്ന്. പറയാനൊന്നും കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇതുപോലെ പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല. എന്തോ ഭാഗ്യത്തിന് ഇത് ഒരു സൈഡ് മൊരിഞ്ഞു. നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ ഇതെന്താ പൊട്ടത്തരം പറയുന്നത്. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യൂ, കാണിച്ചു തരാം. അപ്പോൾ ഇത്ര ആകുമ്പോഴേക്കില്ലേ എണ്ണയൊക്കെ വറ്റി ഇത് വെന്തു. പക്ഷേ മുരിയാനുള്ള സമയമില്ല, ഗ്യാസ് കഴിഞ്ഞു. ഇനി ഗ്യാസ് കൊണ്ടുവന്ന് ഇതെല്ലാം വെച്ച് ഇനി മൊരിയിച്ച് കഴിക്കുമ്പോഴേക്കും സമയവും. എന്തായാലും വെന്തല്ലോ. അപ്പോൾ നമ്മൾ ചീറ്റിപ്പോയ വഴുതിനങ്ങ വറുത്തതിന് പകരം വഴുതിനങ്ങ ഉപ്പേരിയാക്കി കഴിക്കാം ഈ ഇന്നത്തെ ദിവസം. പക്ഷെ എന്തായാലും ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് മൊരിഞ്ഞാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷെ എന്താ ചെയ്യുക, ഗ്യാസ് കഴിഞ്ഞില്ലേ. ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് സുഖം കുറവാണെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് അസുഖമാണ് പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാവരും വിചാരിക്കും അമ്മയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വീഡിയോ വെക്കണം, അതൊക്കെ ഒരു വ്ളോഗ് ആക്കണമെന്ന്. പക്ഷെ ഇത് വ്ളോഗ് ആക്കണം. കാരണം ഇത് ഇന്ന് അമ്മയ്ക്ക് പറ്റിയത് നാളെ എനിക്ക് പറ്റാം, ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റാം. അപ്പോൾ അത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വലിയ അസുഖമൊന്നുമല്ല, എന്നാലും നമ്മുടെ ഈ ജീവിത ശൈലിയിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് വന്ന ഒരു അസുഖമാണിത്. അതുപോലെ അല്ലാതെ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ 3 മെസ്സേജാണ് ഞാൻ എല്ലാവരെയും അറിയിക്കണമെന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മൾക്ക് ഒരു ജീവിതത്തിൽ അനുഭവിക്കുന്ന, നമ്മൾ ഡെയിലി നമ്മൾ അനുഭവിച്ച് വരുന്ന ഒരു 3 മെസ്സേജ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ട്. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുപോലെ അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കമൻറ്റ് ചെയ്യണം. അമ്മയ്ക്ക് എന്താണ് അസുഖം എന്ന് വെച്ചാൽ, അമ്മയ്ക്ക് ഇപ്പോൾ 55 വയസ്സായി. അമ്മയ്ക്ക് ഒരു 30 വയസ്സ് തൊട്ട് തന്നെ അമ്മയ്ക്ക് ഈ തലനീരിറങ്ങുക പറയില്ലേ, അതായത് ഈ നീരിറങ്ങുന്നതിൻ്റെ പ്രശ്നം അങ്ങനെ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല. അമ്മയ്ക്ക് 30 വയസ്സിലേ ഇങ്ങനെ പല്ലുവേദനയും അങ്ങനെയൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ പല്ലൊക്കെ കൊഴിയുന്നുണ്ടായിരുന്നു. പല്ല് അധികം ഇങ്ങനെ കേടുവരും. കാരണം അമ്മ ഈ ഒരുപാട് ചുമടൊക്കെ തലയിലേറ്റ് ഇങ്ങനെ പണിക്ക് പോയി, ഈ 8 പണിക്കാരൻ്റെ കൂട്ടത്തൊക്കെ ഹെൽപ്പറായിട്ടൊക്കെ പോകുന്നത്, അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണെന്നാണ് അമ്മയും വിചാരിച്ചത്. അങ്ങനെ 30 വയസ്സിലെ പല്ലൊക്കെ അങ്ങനെ കൊഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഒരു ദിവസം പെട്ടെന്ന് അമ്മയ്ക്ക് ഈ ഫ്രണ്ടിൽ 3 പല്ല് മാത്രമാണ്
ബാലൻസ് ആയിട്ട് കൊഴിയാനായിട്ട് ബാലൻസ് ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ കുറ്റി കുറ്റിയായിട്ട് ഇവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന പല്ലുണ്ടായിരുന്നു. ഒരു ദിവസം ഈ സൈഡിൽ ചെവിയുടെ ഈ പുറകു വശത്തായിട്ട് ഇവിടെ ഒരു നരമ്പിനായിട്ട് നല്ല വേദന വന്നു. ആ വേദന ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ വിചാരിച്ചത് സാധാരണ എപ്പോഴും ഇങ്ങനെ എനിക്കിങ്ങനെ തലനീര് ഉറപ്പൊക്കെ ഉള്ളതല്ലേ, അപ്പം അതിൻ്റെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അത് ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ എനിക്ക് സമയത്ത് പെട്ടെന്ന് ആ ഫ്രണ്ടിലുള്ള 3 പല്ലില്ലേ, അത് മുഴുവനായിട്ട് 2 പല്ല് ശരിക്കും പകുതി ഇങ്ങനെ അളകി നിൽക്കുന്നതായിരുന്നു. ആ പല്ലും പറഞ്ഞു, മൊത്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 55 വയസ്സിലെ 85 വയസ്സായ ഒരു പ്രായമായ ആളുടെ പോലെ മൊത്തം പല്ലും പല്ലേ ഇല്ല, മുഴുവനായിട്ട് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ പല്ല് പോയപ്പോൾ തന്നെ ആ ടെൻഷനായി ആളും. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല. പിറ്റേ ദിവസം ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലായിരുന്നു. അന്ന് ഞങ്ങൾ മക്കളെല്ലാവരും കൂട്ടത്തിന് ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അമ്മയുടെ മുഖം ഒരു സൈഡിലേക്ക് ഇങ്ങനെയായിരുന്നു, ശരിക്കും ഇങ്ങനെയായിരുന്നു മുഖം ഉണ്ടായിരുന്നു. അപ്പോൾ വർത്താനം പറയുന്നത്, അപ്പോൾ ഞങ്ങൾ വിചാരിച്ച ഈ പല്ല് പോയതിൻ്റെ എന്തെങ്കിലും ആയിരിക്കുന്നു. അപ്പോൾ പിന്നെയും നമുക്കൊരു പേടി, കാരണം മുമ്പ് എൻ്റെ അച്ഛന് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സൈഡ് മൊത്തമായിട്ട് അങ്ങനെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. ആദ്യം അച്ഛന് വന്നത് കൈ വേദനയായിരുന്നു, ഇങ്ങനെ പൊക്കാനായിട്ട് ബുദ്ധിമുട്ടും അങ്ങനെ വേദനയിൽ വന്നത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ആണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ശരി എന്തായാലും എൻ്റെ ചേച്ചി അവിടെ നിന്ന് തന്നെ കോയമ്പത്തൂരിലായിരുന്നു ഞങ്ങൾ. ചേച്ചി അവിടെ ആയതുകൊണ്ട് ചേച്ചിയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി MRI സ്കാൻ എടുത്തപ്പോൾ ഇവിടെ വേദന എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ വന്നിട്ട് തലയ്ക്ക് പോകുന്ന ബ്ലഡിൽ കുറച്ച് എന്താ പറയുക ബ്ലോക്ക് പോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പല്ല് ഇങ്ങനെ ഫ്രണ്ടിലത്തെ പല്ല് പറഞ്ഞതും പിന്നെ ഇതുപോലെ ഇങ്ങനെ ആ ബ്ലഡിൻ്റെ ഓട്ടം കുറവായത് കൊണ്ട് അതൊരു ഒരു സ്ട്രോക്ക് തന്നെയാണ് വന്നത്. എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കൈക്കും കാലിനും ഒരു കുഴപ്പമില്ല. മുഖം മാത്രം ഒരു സൈഡ് ശരിക്കും ഇങ്ങനെയായി. അപ്പോൾ അവിടെ നിന്ന് തമിഴ്നാട്ടിലായിരുന്നല്ലോ. അപ്പം നമ്മൾ കേരളത്തിലുള്ളവർ തമിഴ്നാട്ടിൽ പോയാലും നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റിന് നമ്മളുടെ ഇവിടെ കാണിക്കുന്ന പോലെ ഒരു ഇതുണ്ടാവില്ലല്ലോ. ഞങ്ങൾ അന്ന് തന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചു, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചത്. അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതിന് ഇങ്ങനെ വന്നത് ഇത്രയേ വന്നത് നിങ്ങളുടെ ഒരു ഭാഗ്യം. കാരണം കൈക്കും കാലിനും സാധാരണ ഇങ്ങനെ സ്ട്രോക്ക് വരുമ്പോൾ മൊത്തമായിട്ട് തളർന്ന് പോവാറുണ്ട്. പക്ഷെ അങ്ങനെ വരാത്തത് നിങ്ങളുടെ ഭാഗ്യം, ഇത്രയല്ലേ വന്നുള്ളൂ. പക്ഷെ ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഫിസിയോതെറാപ്പി മാത്രമേ ഉള്ളൂ. ഫിസിയോതെറാപ്പിയിലൂടെ നിങ്ങൾക്കത് ചെയ്ത ഇവിടുത്തെ ബ്ലോക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ബ്ലോക്ക് ശരിയാക്കണം. ഇല്ലെങ്കിൽ മൊത്തം ഒരു സൈഡ് ചിലപ്പോൾ തളർന്ന് അങ്ങനെ പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് അമ്മയ്ക്ക് പറ്റിയ അസുഖം. ഇത് വരാൻ കാരണം എന്താന്ന് വെച്ചാൽ അമ്മ ഷുഗറിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് ബി പി ഒട്ടും ഇല്ലായിരുന്നു. ഷുഗറിൻ്റെ ഗുളികയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഡോക്ടറിനോട് ചോദിച്ചു, ഇങ്ങനെ ഷുഗറിൻ്റെ ഗുളിക ഞങ്ങൾ കറക്റ്റായിട്ട് കഴിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ആ ഷുഗറിൻ്റെയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടാണോ എന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ഈ സംഭവം ഷുഗറിൻ്റെ ഗുളിക കഴിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് നിർത്തുകയും ചെയ്യരുത്. കറക്റ്റായിട്ട് ആ ഗുളിക അവർ കഴിക്കാൻ പറഞ്ഞാൽ ഡോക്ടറിൻ്റെ അനുവാദം ഇല്ലാതെ ഷുഗർ പ്രഷർ ഗുളിക കഴിക്കുന്നവർ കറക്റ്റായിട്ട് കഴിച്ചുകൊണ്ട് വരിക. കാരണം അമ്മ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഒരു 15 ദിവസത്തോളം ആ ഗുളിക നിർത്തി. പക്ഷെ ഷുഗറിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, 200 എത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളുടെ ഓരോരുത്തർക്കും ഓരോരോ ആരോഗ്യമല്ലേ ശരീരത്തിന്. അപ്പോൾ അതിൻ്റെ ഇതിലെന്തോ അമ്മയ്ക്ക് ഷുഗർ ആ 15 ദിവസം ഗുളിക നിർത്തിയതിൽ ഹൈ ബി പിയും കൂടെ ആയി. ഹൈ ബി പി എന്നൊന്നും പറയാനില്ല, ഒരു 170 അത്രയാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ബി പി ഷുഗറും കൂടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്നാണ് പറഞ്ഞത്. എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ഇത്രയേ പറ്റിയിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 13 ദിവസം അങ്ങനെ എന്തോ ആയി അഡ്മിറ്റായിട്ട്. അപ്പോൾ അവിടെ ആയുർവേദത്തിലാണ് ചെയ്യുന്നത്. അവിടെ നല്ല സൗകര്യമുണ്ട്, നല്ല വൃത്തിയും നല്ല ഒരു ഹോസ്പിറ്റലാണ്. നമ്മൾ എല്ലാം ഗവൺമെൻറ്റിൻ്റെ അല്ലേ, നമുക്ക് എന്താ പറയുക സൗകര്യങ്ങൾ കുറവായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ആരും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഗവൺമെൻറ് പോവാതിരിക്കരുത്. കാരണം ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ നല്ല ഇതിൽ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ അതുമല്ലാതെ അവിടെ ഭക്ഷണമാണെങ്കിലും എന്താ പറയുക വാർഡ് കിടക്കാനുള്ള റൂം അതൊക്കെ നല്ല വൃത്തിയുണ്ട്. അതേപോലെ എല്ലാവരും നല്ല പെരുമാറ്റമൊക്കെയാണ്. അപ്പോൾ ആയുർവേദത്തിനാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇനി ഒരാഴ്ചയും കൂടി ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞത്. ആദ്യം ഇങ്ങനെ ആയുർവേദത്തിൻ്റെ കുറേ പച്ചമരുന്നൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഉഴിഞ്ഞ് ആദ്യം ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. ഇപ്പോൾ അതേപോലെ ഈ കണ്ണിൽ ഇവിടേക്ക് വരുന്ന കണ്ണിൻ്റെ ഈ നരമ്പിനെ തളർന്നിട്ട് നമ്മളിപ്പോൾ കണ്ണടയ്ക്കുമ്പോൾ 2 പിരി ഇങ്ങനെ അടയുന്നില്ലേ,
അമ്മൻ്റെ ഈ ഒരു കണ്ണ് മാത്രം അടയും, ഒരു കണ്ണ് ഇങ്ങനെ തന്നെയാണ് ഓഫായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പം അത് കുറച്ചൊക്കെ ശരിയായിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ അസുഖം എന്താണെന്ന് മനസ്സിലായല്ലോ. ഞാൻ ഏതാണ്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരാൻ ചാൻസ് ഉള്ള ഒരു അസുഖമാണിത്. കാരണം ഈ ഷുഗർ, പ്രഷർ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. ഒരു 100-ൽ ഒരു 99% ആളുകളും 30 വയസ്സ് കഴിഞ്ഞവർ ഷുഗർ ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉള്ളവർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും 30 വയസ്സ് കഴിഞ്ഞവർ മിക്കവരും ഷുഗറും പ്രഷറും ഒക്കെ ഇടയ്ക്ക് പോയെന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പം ഞങ്ങൾ കാണിക്കുന്ന ആ ഹോസ്പിറ്റലിൽ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ പ്രശ്നമായിട്ട്. കാരണം ഇവർക്കൊന്നും ഷുഗർ ഉണ്ടോ എന്നുള്ള കാര്യം നേരത്തെ അറിയില്ല, ഷുഗർ പ്രഷർ ഇങ്ങനെയുള്ള കാര്യം അറിയില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ ആകുന്ന സമയത്ത് ഇങ്ങനെ സ്ട്രോക്ക് പോലെ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണുമ്പോഴാണ് അവർ വരുന്നത്. ഇതിപ്പോൾ അമ്മയ്ക്ക് ചെറുതായിട്ടായതുകൊണ്ട് കൊണ്ട് പ്രശ്നമില്ല. ചിലവർക്കൊക്കെ ഒരാളുടെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ മൊത്തമായിട്ട് ഇങ്ങനെ തളർന്ന് കിടക്കുകയാണ്. പിന്നെ കാലും കൈക്ക് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പുറകിലേക്ക് ഇങ്ങനെ ആയിട്ട്. എൻ്റെ അച്ഛൻ ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെന്ന് പറയുമ്പോൾ 65 വയസ്സായി. അപ്പോൾ 60 വയസ്സ് ആ സമയത്തൊക്കെ ആയിരുന്നു വന്നത്. ഒരു 3-4 വർഷമായി തോന്നുന്നു. അപ്പോൾ ആ സമയത്താണ് വന്നത്. അപ്പോൾ അതിന് വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ട്. പിന്നെ അച്ഛൻ അങ്ങനെ പ്രഷറാണ് ഷുഗറോ അങ്ങനെ ഒന്നും ചെയ്യില്ലായിരുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത്. എല്ലാവരും ഒന്നാമത്തെ മെസ്സേജ് ഇതാണ്, എല്ലാവരും ഷുഗറും പ്രഷറും ഒക്കെ ഒരു 30 വയസ്സ് കഴിഞ്ഞവർ ഉറപ്പായും ചെക്ക് ചെയ്യുക. കാരണം എല്ലാവർക്കും വരാം. ഇപ്പോൾ ഷുഗറും പ്രഷറും 30 വയസ്സ് കഴിഞ്ഞവർ പറയുന്നത് ഏകദേശം ഒരു 30 വയസ്സ് കഴിഞ്ഞവർ ചെക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ അവിടെ ഹോസ്പിറ്റലിൽ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അമ്മയാണ് പറഞ്ഞത് അവിടെ താഴെ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് എന്നെപ്പോലെയും കൂടെ അല്ല, ഒരുപാട് മുഖം ഇങ്ങനെ സൈഡ് വരെ പോയിട്ടുണ്ട്. അവർക്ക് ഭയങ്കര സങ്കടം. 21 വയസ്സായിട്ടുള്ളൂ. പിന്നെ കുട്ടി 2 വയസ്സ് അങ്ങനെ എന്തോ പ്രായമുള്ള ഒരു ചെറിയ കുട്ടി ഉണ്ടെന്ന്. അപ്പോൾ എവിടെ ജീവിതം എവിടെ എത്തിയിട്ടില്ല. അപ്പോഴേക്കും അവർക്ക് ഈ BP തന്നെയാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യും. ഒന്നാമത്തെ മെസ്സേജ് ഇതാണ്. രണ്ടാമത്തെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഈ അസുഖം വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളില്ലേ, ഇപ്പോൾ BP ആണെങ്കിലും ശരി, ഷുഗർ ആണെങ്കിലും ശരി, എന്ത് അസുഖം വന്നാലും അസുഖം വന്നു, ഞാനൊരു രോഗിയാണ്, അയ്യോ എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു അസുഖം വന്നു, ഞാൻ ഇനി നാളെ എന്താവുമെന്ന് എനിക്കറിയില്ല, എന്നെ എല്ലാവർക്കും ശല്യമാവോ അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ തന്നെ ആദ്യം, ഈ രോഗി ആരാണെങ്കിലും അവർ തന്നെയാണ് ആദ്യം ഒന്ന് മനസ്സ് ഉറച്ച് തീരുമാനിച്ചിട്ട് എല്ലാം ശരിയാവും, എനിക്ക് ശരിയാക്കാൻ പറ്റുമെന്ന് അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ ഈ അസുഖത്തിന് പ്രത്യേകിച്ചും, ഈ അസുഖത്തിനെന്നല്ല, ഇപ്പോൾ എത്ര വലിയ അസുഖം വന്നാലും ആദ്യം നമ്മൾ വിചാരിക്കണം, എങ്കിൽ മാത്രമേ കൂടെയുള്ള മറ്റുള്ളവർ എന്ത് തന്നെ ചെയ്തു തന്നാലും ആ അസുഖം മാറുള്ളൂ. ഡോക്ടർമാർ പോലും പറയുന്നത് ആർക്കാണോ അസുഖം അവർ തന്നെ ആദ്യം ഒന്ന് മനസ്സ്, എനിക്കിങ്ങനെ അസുഖം വന്നു ശരിയാവും, അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ മെസ്സേജ് ഡോക്ടർ പറഞ്ഞത്, നമ്മൾ ആരാണോ രോഗി അവർ തന്നെ ആദ്യം മനസ്സിരുത്തിയിട്ട് എത്ര വലിയ അസുഖം വന്നാലും അവർ തന്നെ എനിക്ക് ശരിയാക്കാൻ പറ്റും, കാരണം എന്നെ കൊണ്ട് പറ്റാത്തത് വേറെ ആർക്കും പറ്റില്ല എന്ന് ആദ്യം അവർ തന്നെ ഒന്ന് വിചാരിക്കുക. എന്നിട്ട് അതിനു വേണ്ടി മുൻകരുതലെടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു തന്നതല്ലാതെ എന്തൊക്കെ നമുക്ക് സന്തോഷമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മാക്സിമം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ അസുഖങ്ങളെയൊക്കെ ചേർത്ത് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ മെസ്സേജ് പറയുന്നതിന് മുമ്പ്, കാരണം ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ സമയമായി, അപ്പോൾ അത് കൊടുത്ത് വന്നിട്ട് ബാക്കി മെസ്സേജ് എന്താണെന്ന് വെച്ചാലേ, നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് വല്ല അസുഖമൊക്കെ വരണം, എന്നാലാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാകുന്നത്. എന്താണെന്ന് വെച്ചാലേ, നമ്മൾക്ക് ഈ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വന്നെന്ന് വെച്ചാൽ ഒന്നാമത് തരണം ചെയ്ത് പോവാൻ നമുക്ക് ഒരു ഇത് കിട്ടുന്നത്, ഒരു ധൈര്യം തരുന്നതെല്ലാം കാരണം ഇപ്പോൾ ഒരു പ്രശ്നം വന്നു പെട്ടെന്ന് ഇങ്ങനെ ഒരു ദിവസത്തെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് ഒന്നാമത് അറിയില്ല. നമ്മുടെ കൂടെയുള്ള ആൾക്കാരില്ലേ, അവർ എല്ലാവരും നമ്മളുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് നിന്നിട്ട് നമുക്കെല്ലാം ഒന്ന് നേരിടാനുള്ള ഒരിത്, നമുക്ക് ഇതുപോലെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾക്കത് തിരിച്ചറിയാൻ പറ്റും. പിന്നെ എല്ലാവരെയും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടെയാണ് ഇങ്ങനെ ഒരു ഇത്. അതായത് അസുഖം വരുന്നതെന്നല്ല, നമ്മൾ ഹോസ്പിറ്റലായി അഡ്മിറ്റ് ആവുകയും ചെയ്യുമ്പോൾ
അത് നമ്മൾക്കിപ്പോ ഏതോ ഒരു ഇതിനകത്ത് പറഞ്ഞ പോലെ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേര് വരും, കരയുമ്പോൾ കൂടെ കരയാൻ ആരും ഉണ്ടാവില്ല. അത് ആ സത്യം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ഈ വന്ന വഴിയുണ്ടല്ലോ, ഒരിക്കലും നമ്മൾ അത് മറന്നു പോവുകയോ ചെയ്തു. എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജാണത്. കാരണം നമ്മൾ ഒരുപാട് കഷ്ടങ്ങളും ദുരിതങ്ങളൊക്കെ താണ്ടിയിട്ട് ചിലപ്പോൾ വന്നിട്ട് ഇപ്പൊ നമ്മളൊരു വലിയ പൊസിഷനിലോ അല്ലെങ്കിൽ ഒരു നല്ല ഇതിലോ നിൽക്കുന്ന ആളായിരിക്കും നമ്മൾ ഇപ്പോൾ. പക്ഷെ നാളെ ഈ ഒരു വന്ന വഴിയിൽ നമ്മൾ ചിലപ്പോ അതേ ഒരു ഇതിലേക്ക് പോകാതിരിക്കാം. പക്ഷെ പോവുകയാണെങ്കിൽ നമ്മൾ ആ വന്ന വഴി മറന്നാലുണ്ടല്ലോ, ആ ഒരു പിന്നീട് നമ്മൾക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നതിനെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോ താങ്ങാൻ പറ്റിയെന്ന് വരില്ല, താങ്ങാനും ആളുണ്ടാവണമെന്നില്ല. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അതായത് വന്ന വഴി ഒരിക്കലും മറക്കരുത്. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് ഏത് സാഹചര്യത്തിലും വന്ന വഴി മറക്കാതിരിക്കുക, വന്ന സാഹചര്യങ്ങൾ മറക്കാതിരിക്കുക. കാരണം ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീ ആയിരിക്കും. അപ്പോൾ എനിക്ക് വന്നത് നാളെ നിനക്ക് വരാം, പറയുന്നത് കേട്ടിട്ടില്ല. നമ്മൾ ആരും ഒന്നും ആർക്കും സ്വന്തമല്ല. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എന്താണെങ്കിലും ആർക്ക് വേണമെങ്കിലും വരാം. അപ്പോൾ എല്ലാവരും അത് ആലോചിക്കുക. അതാണ് മൂന്നാമത്തെ മെസ്സേജ്. പിന്നെ ആരെയും പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഒരിക്കലും ജീവിക്കരുത്. നമ്മൾക്ക് ഇപ്പോ എന്താ പറയാ, ഒരു നല്ല കാര്യം നടക്കുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ ഒരു കഷ്ടം വരുന്ന സമയത്ത് ആരാണോ നമ്മുടെ കൂടെ ഉള്ളവര് അവരാണ് ഇപ്പൊ അത് നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ ലൈഫിൽ പാർട്ട്ണർ ആവാം, മക്കളാവാം, മറ്റ് ഫാമിലി ആവാം, കൂടപ്പിറപ്പാകാം, കൂട്ടുകാരാകാം. ആരാണെങ്കിലും നമ്മൾക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മുടെ കൂടെ ആര് നിൽക്കുന്നോ അവര് മാത്രമാണ് ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾക്ക് സന്തോഷത്തോടെ നമ്മൾ ചിരിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഒപ്പം വന്നിട്ട് നമുക്കൊരു പ്രശ്നം വന്നിട്ട് നമ്മൾക്കൊരു ദുഃഖമുള്ള സമയത്ത് മാറി നിൽക്കുന്നെങ്കിൽ ജീവിതത്തിൽ നിന്ന് അങ്ങനെയുള്ള ആളുകളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് നല്ലത്. അവരെ ഇനി ഒരിക്കലും നമ്മുടെ കൂടെ കൂട്ടാതിരിക്കുക എന്ന് വെച്ചാൽ ചിലപ്പോൾ അവരെ ഒഴിവാക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. കാരണം നമ്മൾ ചിലപ്പോൾ നമ്മുടെ കൂടെ എന്താ പറയാ ലൈഫിൽ നമുക്ക് അവരുമായിട്ട് പിന്നീട് മുന്നോട്ട് പോകേണ്ട ആളുകൾ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അധികം അടുപ്പിക്കാതെ ഒരു അകൽച്ച എന്തിനും ഒന്ന് നല്ലതാണ്. അപ്പൊ അത് ആദ്യം ആലോചിക്കുക. കാരണം നമ്മളുടെ ദുഃഖത്തിൽ ആരാണോ പങ്കുചേരുന്നത് അവർ മാത്രമേ നമ്മുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവുള്ളൂ. അതാണ് മൂന്നാമത്തെ മെസ്സേജ്. ആർക്കും അസുഖം ഒന്നും വരാതിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഈ BP ഷുഗർ എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അസുഖമാണ്. അത് മരുന്ന് കഴിക്കുന്നവർ ഒരിക്കലും നിർത്തരുത്. ഡോക്ടർ പറയാതെ ആ മരുന്ന് കഴിക്കൽ നിർത്തുകയും ചെയ്യരുത്. എൻ്റെ അമ്മ ചെയ്ത തെറ്റ് നിങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ എന്താ പറയാ, ഇടയ്ക്ക് ഒരു എല്ലാ മാസവും ചെക്ക് ചെയ്തില്ലെങ്കിലും ഒരു 2 മാസം കൂടുമ്പോൾ BP ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും പോയി ചെക്ക് ചെയ്യുക. കാരണം നമ്മൾ ഒന്ന് വീണ് കഴിഞ്ഞു എന്ന് പറഞ്ഞു വെച്ചാൽ തീരാനുള്ളതേ ഉള്ളൂ നമ്മുടെ ഈ ജീവിതം. അപ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടി എല്ലാവരും ഇരിക്കുക.